നമസ്കാരം. 2025 തുടക്കം മുതൽ അമേരിക്ക പല രീതിയിൽ ലോകശ്രദ്ധ നേടുന്നുണ്ടായിരുന്നു. അതിൽ അമേരിക്കയിലുണ്ടായ ഭീകരാക്രമണം, പ്രകൃതി ദുരന്തങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിലെത്തിയത്, ട്രംപിന്റെ ഭരണനയങ്ങൾ, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. ലോകരാജ്യങ്ങൾ മുഴുവൻ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയത് ട്രംപിന്റെ ഭരണനയങ്ങളാണെന്ന് പറയാം. കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഏതൊരു തീരുമാനവും ലോകത്തെ മുഴുവൻ ബാധിക്കും. വിസ നിയമങ്ങളിലൊക്കെ ട്രംപ് കടുപ്പിച്ചത് നാമും കണ്ടതാണ്. എന്തായാലും അമേരിക്കൻ ജനത്തിനും ട്രംപിനോട് അത്ര പോരാ എന്ന് വേണം പറയാൻ. ഡൊണാൾഡ് ട്രംപിന്റെ ജനപ്രീതിയിൽ കാര്യമായ ഇടിവുണ്ടായെന്നാണ് ചില സർവേ റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ സർവേ ഫലത്തിൽ പറയുന്നത് ട്രംപിന്റെ ജനപ്രീതി കാര്യമായി കുറഞ്ഞു എന്ന് തന്നെയാണ്. രണ്ടാം ടൈമിൽ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തിന്റെ പ്രകടനത്തെ വോട്ടെടുപ്പിൽ പങ്കെടുത്ത 42% ആളുകൾ അംഗീകരിച്ചതായിട്ടാണ് പറയുന്നത്. എന്നാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് ഭേദപ്പെട്ട പ്രകടനമാണെന്ന് തോന്നുമെങ്കിലും 2025 ജനുവരിക്ക് ശേഷമുള്ള ട്രംപിന്റെ ഏറ്റവും മോശം റേറ്റിംഗ് കൂടിയാണിത്. ഇതാണ് ട്രംപിന്റെ ജനസമ്മതിയിൽ ഇടിവുണ്ടായെന്ന പ്രചാരണത്തിന് അടിസ്ഥാനം. 3 ആഴ്ച മുമ്പ് നടത്തിയ വോട്ടെടുപ്പിൽ അദ്ദേഹത്തിന്റെ അംഗീകാര റേറ്റിംഗ് 43% എന്നതാണ് എടുത്തു പറയേണ്ടത്. കൂടാതെ ജനുവരിയിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് ചുമതലയേറ്റപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം നടത്തിയ സമാനമായ വോട്ടെടുപ്പിലാവട്ടെ 47%. എന്തായാലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയും പോലെ ട്രംപിന്റെ അധികാര റേറ്റിംഗുകൾ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന കാലയളവിനേക്കാൾ നല്ലതാണെന്ന് വേണം പറയാൻ. ബൈഡന്റെ 4 വർഷ കാലയളവിലെ ജനപ്രീതിയേക്കാൾ അധികമാണ് ട്രംപിന്റെ ആദ്യ 3 മാസം എന്നാണ് ഇതിൽ നിന്ന് പറയുന്നത്. ട്രംപിന്റെ നിലപാടുകൾ, രൂക്ഷ നയങ്ങൾ, ഭരണ പരിഷ്കാരങ്ങൾ എന്നിവയിൽ പൊതുജനങ്ങൾക്കുള്ള അതൃപ്തിയാണ് ഇടിവിന് കാരണമായതായി വിലയിരുത്തപ്പെടുന്നത്. ട്രംപിന്റെ നേതൃത്വത്തിൽ യുഎസിന്റെ ആഗോള വിശ്വാസ്യത നഷ്ടപ്പെടുകയാണെന്നാണ് പോളിൽ പങ്കെടുത്ത 59% ആളുകളും പറയുന്നത്. ട്രംപ് ഫെഡറൽ കോടതി വിധികൾ പാലിക്കണമെന്നാണ് 83% പേര് അഭിപ്രായപ്പെട്ടത്. കാരണം ട്രംപിന്റെ പല നയങ്ങളും ഇപ്പോൾ വിമർശനത്തിന് വിധേയമാകുന്നുണ്ട്. പ്രധാനമായും ട്രംപിനെതിരായ വിമർശനം പല മേഖലകളിലേക്കുമുള്ള അനാവശ്യ കൈകടത്തലും കടന്നുകയറ്റവുമാണ്. ട്രംപിന്റെ പല എക്സിക്യൂട്ടീവ് ഉത്തരവുകളും സർക്കാർ വകുപ്പുകളിലും സർവകലാശാലകളിലും നിയമസ്ഥാപനങ്ങൾ തുടങ്ങിയ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളിലുമെല്ലാം അദ്ദേഹത്തിന്റെ അധികാരവും സ്വാധീനവും വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണെന്നാണ് ഒരു വിഭാഗം പറയുന്നത്. ട്രംപിന്റെ പുതിയ നയങ്ങളാണ് ജനപ്രീതിയിൽ ഇടിവുണ്ടാക്കിയതെന്നാണ് സർവേ ഫലത്തിൽ മൊത്തത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തന്റെ ചിന്താഗതികളുമായി പൊരുത്തപ്പെടാത്ത സർവകലാശാലകളുമായി ട്രംപ് നിരന്തരം മല്ലിടുകയാണെന്ന് പറയണം. വാഷിംഗ്ടണിലെ ഒരു പ്രധാന നാടക സാംസ്കാരിക സ്ഥാപനമായ കെന്നഡി സെന്ററിന്റെ ബോർഡ് ചെയർമാനായി അദ്ദേഹം സ്വയം സ്ഥാനമേറ്റത് ഈ അടുത്ത കാലത്താണ്. എന്നാൽ ഇത്തരം നീക്കങ്ങൾ ട്രംപിന്റെ ജനപ്രീതിയെ മോശമായി ബാധിക്കുന്നുവെന്നാണ് സർവേയിലും സൂചിപ്പിക്കുന്നത്. ട്രംപിന് ഏറ്റവും വലിയ പിന്തുണയുള്ള മേഖലകളിലൊന്ന് അദ്ദേഹത്തിന്റെ കുടിയേറ്റ നയങ്ങളാണ്. അവിടെ പോലും 45% പേരുടെ പിന്തുണ മാത്രമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇതിനു പുറമെ അടുത്ത കാലത്തായി ട്രംപ് വരുത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങളും ജനങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളാണെന്ന് പറയണം. ഒപ്പം തന്നെ പണപ്പെരുപ്പം, നികുതി തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപിന്റെ പ്രകടനത്തെ അംഗീകരിച്ചവരെക്കാൾ കൂടുതൽ പേർ അതിനോട് വിയോജിക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നാലും ട്രംപ് അച്ചായൻ വെറുപ്പിക്കൽ തുടരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.